മീൻസ് പഴയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കഥ അറിയാലോ. അപ്പം ഇത് മുഫാസ യഥാർത്ഥ കാണിക്കുന്നു. പിന്നെ ഈ ടാക്ക് ആരാണ്, സ്കാർ, ആ ഒരു റിലേഷൻ. ഫസ്റ്റ് പാർട്ട് അപേക്ഷ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ കഥയാണ്. മുഫാസ നല്ലൊരു പടം, നല്ല കുറച്ചുകൂടെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വെച്ച് നോക്കുമ്പോഴേക്കും ഫസ്റ്റ് ഓൾറെഡി നമ്മൾ മിക്കപ്പോഴും കണ്ടിട്ടുള്ള സിനിമയാണ് അത്. പിന്നെ എടുത്തു പറയാനായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ഫീൽ കുറച്ച് നല്ല ഫീലാണ്. ഈ ഒരു കഥ പറച്ചിലാണ്, നല്ല രസം, അത്രേ ഉള്ളൂ, പ്രത്യേകിച്ച് വല്ലതില്ല. വിഷ്വലും കാര്യങ്ങൾ ഇതിനെ വെച്ച് നോക്കി ഫസ്റ്റ് ആണ് സൂപ്പർ എന്ന് തോന്നുന്നു. പക്ഷെ പവർഫുൾ ആയ ഒരു വലിയൊരു ഫ്രെയിംസ് നോക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് ആ ടൈപ്പ് തന്നെ. പക്ഷെ അതിൽ ട്രെയിലർ എന്താ കാണിക്കുന്നത് ആ ഒരു കംപ്ലീറ്റ്നെസ് തരുന്നുണ്ട്. സെക്കൻഡിൽ എടുത്തു പറയാനായിട്ട് കുറച്ചുകൂടെ ഫീൽ ആയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ പറയുമ്പോഴത്തേക്ക് സ്കാറിന്റെ ഒരു വില്ലത്രമാണ് ഫസ്റ്റ് പാർട്ട് കണ്ടത്. ഇതിന് പറയുമ്പോഴത്തേക്ക് അതായത് ഒരു ഫാമിലി ബോണ്ടിങ് ആവട്ടെ, ഒരു എടുത്തു പറയല്ലേ മുഫാസ, അതാണ് സംഭവം. ഇറ്റ്സ് എ ഗുഡ് മൂവി. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഐ തോട്ട് ഡിസ്നി വുഡ് സ്ക്രൂ ഇറ്റ് അപ്പ്, ബട്ട് ബേസിക്കലി ഇറ്റ്സ് എ ഗുഡ് മൂവി. പിന്നെ അത് മാത്രമല്ല, ഇതിൽ സ്ക്രിപ്റ്റ് കൊള്ളാം. പിന്നെ ഇത് ഐ വുഡ് റെക്കമെൻഡ് ദിസ് മൂവി ബിക്കോസ് ഓഫ് ദ വിഷ്വൽസ് നല്ലതാണ്. അതും പിന്നെ എന്തുവാ, ഇതിൽ വില്ലനുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ടിൽ ഒരു വില്ലനുണ്ട്, സ്കാർ എന്നൊക്കെ പറയും. ബട്ട് ഫ്രം ദിസ് മൂവി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹീസ് നോട്ട് ജസ്റ്റ് എ വില്ലൻ, ഹീസ് എ ബ്രോക്കൺ ഹീറോ. അത് വില്ലൻ ആയിരുന്നു, പക്ഷെ നമുക്ക് അയാളുടെ സ്റ്റോറി മനസ്സിലാവും സർക്കംസ്റ്റാൻസസ് ലെഡ് ടു ഹിം എ വില്ലൻ. പിന്നെ എന്തു പറയാം, വേറെ എല്ലാം കൊള്ളാം. ഓവറോൾ വിഷ്വൽസും എല്ലാ സ്റ്റോറി ലൈൻസും എല്ലാം കൊള്ളാം. നല്ല സിനിമയാണ്. അത് തന്നെ. പിന്നെ ഇറ്റ് ഡിൻ ആക്ച്വലി ഇഷ്ടപ്പെടാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇറ്റ് ഡിൻ ആക്ച്വലി ലിവ് അപ് ടു ദി ലെഗസി ഓഫ് ദ ഫസ്റ്റ് മൂവി. 1994 ഇറങ്ങിയ ആനിമേറ്റഡ് പോലെ ഒരു ലെഗസി അതിനില്ല. ബട്ട് ഇറ്റ്സ് ഗുഡ്. കമ്പയർ ചെയ്യുമ്പോൾ അതാണ് പറഞ്ഞത്, അതിൻ്റെ ഒരു ലെഗസി ഇതിന് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതിൽ ഇത് എന്തുകൊണ്ടാണ് ആ പാർട്ടിൽ ഇത് നടന്നത്, എന്തുകൊണ്ടാണ് ഇത് നടന്നത്, നമുക്കത് മനസ്സിലാവും. അങ്ങനത്തെ നല്ലൊരു സിനിമയാണ്. നല്ല മൂവിയായിരുന്നു. നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, 3D എഫക്റ്റ് എല്ലാം നന്നായിട്ടുണ്ട്. ഓവറോൾ ബോറടിപ്പിക്കൊന്നുമില്ല. നല്ലൊരു സ്റ്റോറിയും ചെറിയൊരു റൊമാൻറ്റിക് മൂമെന്റ്സ് ഒക്കെ ആയിട്ട് അടിപൊളി. പിള്ളേർക്ക് നല്ല ഇഷ്ടപ്പെടും. ബെറ്ററാണ്. ലയൺ കിങ്, അതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും കാത്തിരുന്നത് മുഫാസയും സ്കാറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നതാണ്. അതൊരു ക്ലീഷേഡ് ആയിട്ടുള്ളൊരു ഒരു എലമെന്റ് ആണെങ്കിൽ പോലും ഒരു വിഷ്വൽ സ്പെക്ടക്കിളാണ്, കണ്ടിരിക്കാൻ നല്ല രസമാണ്, എൻഗേജിങ് ആണ്. ഫസ്റ്റ് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ഒരു ബാക്ക് സ്റ്റോറി എന്നുള്ള നിലയ്ക്കാണ് അവരെടുത്തിരിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഒന്നും അധികമായിട്ടില്ല. ഫസ്റ്റ് നമ്മൾ പിന്നെ പഴയ പടവും കണ്ടിട്ടുള്ളതാണല്ലോ. ഇതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആവുമെന്ന് തോന്നുന്നു. വിഷ്വൽ എല്ലാം നൈസാണ്, അടിപൊളിയാണ്.